ഹലോ. ഓ കവിത, എത്ര നാളായി വിളിച്ചിട്ട്. നമ്പർ പോയോ? ആ, എന്റെ കയ്യിൽ നിന്ന് നിന്റെ നമ്പറും പോയി. ആണ് കുഞ്ഞമ്മയൊക്കെ എന്തെടുക്കുന്നത്? ഓ ഇല്ലടാ, ഇല്ല ഇല്ല, അമ്മ ഇവിടെ ഇല്ല. ഇല്ല, ഏട്ടനും ഞാനും ഉള്ളു. ആഹാ, ക്ലാസ്സിൽ പോന്നണ്ടാ? ശരി ശരി. ഇല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സുഖം. ഇല്ലില്ല, ഏട്ടൻ പോയിട്ടില്ല. പോവാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആഹാ, അങ്ങോട്ടൊക്കെ ഇനി. അയ്യോ, ഏട്ടൻ പോവാൻ ഇറങ്ങി. ഞാൻ വിളിക്കാവേ. വിളിക്കാം. ഇല്ലില്ല, നമ്പർ ഞാൻ സേവ് ചെയ്തോളാം. ഓക്കെ. ആ, അവളായിരുന്നു കുഞ്ഞമ്മയുടെ മോള് കവിത. സുഖമായിരിക്കുന്നവള്? ആ, സുഖം. നിനക്ക് സുഖം തന്നെയല്ലേ? എന്താ? എനിക്ക് പോണ്ടേ ഓഫീസില്? പൊക്കോ. പോട്ടെ. എന്താ എന്താ നീ ഹെൽമെറ്റും ഇതൊക്കെ ആരെടുത്ത് തരുന്നത്? അത് ഇവിടെ ഇരിപ്പില്ല, ഒന്ന് എടുത്താൽ എന്താ? നീയല്ലേ നീ എടുത്ത് തരുന്നത്? ഇത് ഒരു ദിവസം ഞാനില്ലെങ്കിലും ഇതൊക്കെ ചെയ്യണ്ടേ തനിയെ? നീ ഇല്ലാതാകുമ്പോഴല്ലേ, അത് ഞാൻ നോക്കിക്കോളാം നേരം. എടി, ഒരു കാര്യത്തിന് ഇറങ്ങാൻ രാവിലെ പോകുമ്പോൾ ഐശ്വര്യമായിട്ട് ചിരിച്ച മുഖത്തോടെയാണ് ഭാര്യയെ കാണേണ്ടത്, അല്ലെങ്കിൽ മോന്തയും വലിച്ചിറങ്ങിക്കുന്ന ഒരാളല്ല കാണേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്ത്? അല്ല, ഇപ്പൊ ഞാനൊരു കാര്യത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന രീതിയിലാണ് തരുന്നത്. വേണ്ട, നിനക്ക് ഒരു കാര്യത്തിൽ എന്നോട് സ്നേഹമില്ല, ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് ഏട്ടൻ? നീ രാവിലെ തന്നെ ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ചായക്കകത്ത് പാലായിരുന്നോ, വെള്ളമായിരുന്നോ, പഞ്ചസാര ആയിരുന്നോ കൂടുതൽ? ഞാൻ എന്നും അങ്ങനത്തെ ചായ തന്നെയല്ലേ തരുന്നത്. അല്ല, പിന്നെന്താ? ഇന്ന് പഞ്ചാര ചായ ആയിരുന്നു. സ്നേഹം കാണിക്കുന്ന പഞ്ചാര ഇട്ടല്ല കാണിക്കുന്നത്. ഏട്ടൻ അപ്പൊ പറയായിരുന്നല്ലോ ചായക്ക് പഞ്ചസാര കൂടുതലാന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ദൂരെ കളഞ്ഞല്ലോ. എനിക്ക് വേണ്ട. ഇന്നലെ ഒരു ഷർട്ട് നീ കരിച്ചു. എന്നും കരിക്കുന്നുണ്ടോ? അബദ്ധത്തിൽ എപ്പോഴും വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ ഇന്നിപ്പോ ചായ ഇട്ടപ്പോ കുഴപ്പം അബദ്ധം, ഇന്നലെ ഷർട്ട് കരിച്ച അബദ്ധം, മൊത്തം അബദ്ധം തന്നെയല്ലേ നിനക്ക്? എന്താടാ? അല്ലടി, ഞാൻ ഓഫീസിൽ പോണ സമയത്ത് ഇത് എടുത്ത് തരണ്ടേ? ഇവിടെ അങ്ങനെ ഫോൺ ചെയ്ത് കുഞ്ഞമ്മയുടെ മോളെ കാണാൻ പോയിക്കണം. നാത്തൂനെ ആ സമയത്തൊന്ന് കവിത വിളിച്ച് എന്റെ കുഞ്ഞമ്മയുടെ മോളില്ലേ, അപ്പൊ ഞാൻ സംസാരിച്ച് അറിയാതെ അങ്ങോട്ട് പോയി. അറിയാതെ ഇവിടെ പോയി ഭാഗ്യം, എന്റെ ഭാഗ്യം. വെളിയോട്ട് പോയി വണ്ടി ഇടിച്ചാത്തനെ. നിനക്കിപ്പോ സാധനം കിട്ടിയല്ലോ, പോ. സാധനം കിട്ടി? ഞാൻ ചായ കുടിച്ചില്ല. ചായ കുടിക്കണേ കുടിക്കണ്ട, പോ. ആരും നീ ചോദിച്ചില്ലല്ലോ. എന്ത്? അവള് പഞ്ചാര കളിക്ക് തന്നെ ചായ. എന്നിട്ട് എന്ത് ചെയ്ത്? ഞാൻ കളഞ്ഞല്ലോ. ആ പ്രശ്നം തീർന്നല്ലോ. പുറത്തുനിന്ന് ചായ കുടിക്കാൻ പറ്റുമല്ലോ. എന്നാ പോ. എന്റെ ഷർട്ട് കരിച്ചു, അതിനടുത്ത് ഉത്തരം പറയും. അത് വേറൊരു ഷർട്ട് എടുത്താൽ മതി. നീ മേടിച്ചു തരും എനിക്ക്? വെറുതെ നിന്ന് അങ്ങ് തർക്കിക്കാണ്, വെറുതെ നിന്ന് തല്ലി പിടിക്കാണ്. ഇറങ്ങാൻ നേരത്ത് സന്തോഷത്തോടെ പോകണം. നീ ഒന്നും പറയണ്ട, അവൻ പോകുമ്പോഴത്തേനും നിനക്കൊന്ന് മര്യാദക്ക് വന്ന് നിന്നാലെന്താ കുഴപ്പം? എന്നും ഞാൻ അങ്ങനെയല്ലേ, ഇന്നൊന്നും അറിയാതെ ഫോൺ ചെയ്ത് പോയ നാത്തൂനെ. എന്നിട്ട് നീ കൂടി പോ. നാത്തൂനെ. വന്നോ? നാത്തൂനെന്താ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങോട്ട് ഓടിപ്പോന്നത്? എന്ത് കാര്യത്തിനാ കേൾക്കണത്? എപ്പോഴുള്ളതല്ലേ കുണുകുണാന്ന് പറഞ്ഞോണ്ട് രാവിലെ തുടങ്ങും രണ്ടും കൂടി. എനിക്ക് വേറെ പണിയുണ്ട്, നിന്റെയൊക്കെ കാര്യങ്ങൾ കേൾക്കലല്ല. ഇങ്ങോട്ട് വന്നേ. എന്താ പറഞ്ഞോ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. പറയാൻ. ഇത് ഞാൻ എപ്പോഴും പറയണ പോലൊന്നും അല്ല. ഏട്ടന് ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹം തുടങ്ങി. ഏട്ടന് സ്നേഹമില്ല. ഏട്ടനിപ്പം എന്നെ അനാവശ്യമായിട്ട് എപ്പോഴും വഴക്ക് പറയുന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നോട് ദേഷ്യപ്പെടുന്നു. വേറെ ഏതോ പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ അല്ലേ? ഇതല്ലേ? അതല്ല നാത്തൂനെ, ഇന്ന് എന്നെ കണ്ടില്ലേ, ഞാനൊന്ന് ഫോൺ ചെയ്ത് പോയതിന് എന്തൊക്കെ കോലാഹലം അവിടെ കിടന്നുണ്ടാക്കിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ പ്രശ്നം അത് മാത്രമാണോ? ചായക്ക് മധുരം കൂടിയെങ്കിൽ അപ്പ പറയണ്ടേ, ഞാൻ പിന്നെ മാറ്റി കൊടുക്കത്തില്ലേ? അപ്പ പറയാത്തതാണോ നിന്റെ കുഴപ്പം? അവൻ ചായ കുടിച്ച് അവന് ഇഷ്ടപ്പെട്ടില്ല, തുപ്പിക്കളഞ്ഞതോടുകൂടി തീർന്നല്ലോ. എന്നും ഇങ്ങനത്തെ ചായയാണോ കൊടുക്കുന്നത്? ഒരു ദിവസം ഇപ്പൊ ഇത്തിരി മധുരമൊക്കെ കൂടിപ്പോവും, അതിന് ഇങ്ങനെ കിടന്ന് ചാടണേ എന്തിനാ? എടി പൊട്ടി, ഒരു മനുഷ്യന് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നി ഒരു ചായ കുടിക്കുമ്പോൾ കുടിക്കാൻ കൊള്ളാത്ത ചായ കൊടുത്ത് ആർക്കാണെങ്കിലും ദേഷ്യപ്പെടൂലേ? ആരാണെങ്കിലും അത് തന്നെ ചെയ്യുള്ളൂ. ഷർട്ട് കരിച്ചു കളഞ്ഞു, അപ്പൊ എന്ത് പറയണം? എന്റെ ഷർട്ട് കരിച്ചു, വളരെ സന്തോഷമുണ്ടെന്ന്. ഞാൻ എപ്പോഴും ഷർട്ട് കരിക്കുവാണോ? ദിവസം ഷർട്ട് കരിച്ചോണ്ടിരിക്കുവാണോ? അങ്ങനെ ഒരു അബദ്ധമൊക്കെ പറ്റും. ഏട്ടന് എന്തോ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. അപ്പൊ നീയും പറഞ്ഞോ? നീ പറയാത്ത അവന്റെ കുറ്റാണോ? അതിന് ഞാനും പറയാം. എല്ലാ മനുഷ്യനും ചെയ്യണ കാര്യങ്ങളെ അവനും ചെയ്യണുള്ളൂ. അല്ലാതെ നീ ഒരുപാട് അങ്ങ് ഉണ്ടാക്കി വെക്കൊന്നും വേണ്ട. ചുമ്മാ ഇരിക്കുമ്പോ അവക്ക് അങ്ങ് തോന്നുകയാണ് 6 മാസം കൂടുമ്പോ അവക്ക് കിടക്കുള്ളതല്ലെങ്കിലും. നാത്തൂനല്ലേലും എപ്പോഴും ആങ്ങളെന്നെയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്നോട് ഇവിടെ ആർക്കാ സ്നേഹമുള്ളത്? അതെ, നിന്നെ കുറെ പുകഴ്ത്തി മുഖസ്തുതി പറഞ്ഞ് നീ ചെയ്യുന്ന എല്ലാം നല്ലതാന്ന് പറയണത് മാത്രമൊന്നും അല്ല സ്നേഹം. നിന്റെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥ സ്നേഹം. അതാണ് അവന്റെ ഉള്ളില്. അല്ലേ ക്ലിറ്റോ? അങ്ങനെയല്ലേ? ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിക്കും അല്ലേ?
അതിനിവളിങ്ങനെ പറഞ്ഞ് പറയേണ്ട കാര്യമുണ്ടോ? എനിക്കാ തെറ്റ് പറ്റിയത്, ഇവിടെ വന്ന് നാത്തോനോട് ഇതൊക്കെ പറയണേന്. ഞാൻ പോവാ. ആ പോ, അതാ നല്ലത്. ചുമ്മാ ഇരുന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കണത് അല്ലേ ക്ലീറ്റോ? ക്ലീറ്റോന്റെ അഭിപ്രായം എന്താ? അയ്യോ, നാക്ക് ഇറങ്ങിപ്പോയായിരിക്കും. Alien versus Alien.